ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കൊലപാതക വാർത്തയായിരുന്നു ഇടുക്കി തൊടുപുഴയിൽ നിന്ന് വന്ന ബിജു വധക്കേസ്. നമ്മളത് കണ്ടതാണ്. ബിസിനസ് പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കം, പിന്നീട് അത് കൊലപാതകങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് പുതിയൊരു വാർത്ത. ഉപ്പുതറ സ്വദേശി എബിൻ തോമസിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ലഭിക്കുന്നത്. ഈ എബിൻ തോമസിന് ഈ കേസിൽ എന്താണ് പങ്ക് എന്നതടക്കം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജോസിൽ ഇടുക്കിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ജോസിൽ, ഇപ്പോൾ ബിജു വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എബിൻ തോമസ്, ഇയാൾ ഈ മരിച്ച ബിജുവിന്റെ ബന്ധുവാണ് എന്ന് കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ കേസിൽ എബിന്റെ റോൾ എന്താണ്? മനു, ബിജുവിന്റെ ബന്ധുവല്ല, ഇപ്പൊ ഒന്നാം പ്രതിയായ ജോമോന്റെ ബന്ധുവാണ് ഈ ഭരണങ്ങാനം സ്വദേശിയായിട്ടുള്ള എബിൻ തോമസ്. എബിൻ ഇത്തരത്തിൽ ഈ കൊട്ടേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എബിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അത് ഫോണിൽ സംസാരിച്ചാണ് ജോമോൻ ഈ എബിനോട് ഫോൺ സംസാരിച്ചു. അതിനുശേഷം ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ ഫോൺ, അതായത് ഇവിടുന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി, പോലീസിന് ശ്രദ്ധയിൽപ്പെടാതെ മാറി നിൽക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഫോൺ ഉപയോഗിക്കാതെ പുതിയൊരു ഫോൺ മേടിക്കുന്നതിന് ആണ് എന്ന് പറഞ്ഞ് 25,000 രൂപ ഈ എബിന്റെ കയ്യിൽ നിന്ന് ജോമോൻ വാങ്ങിയിരുന്നു. അങ്ങനെ ഗൂഗിൾ പേ വഴി 25,000 രൂപ ഈ ജോമോന് എബിൻ കൊടുത്തിരുന്നു. ഈ ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്നത് എബിനെയാണ്. അപ്പോൾ പോലീസ് എബിനോട് പറഞ്ഞത് ഈ കാര്യങ്ങൾ എന്താണ് അറിയാമെങ്കിൽ അത് പറയൂ, താങ്കളെ പ്രതിയാക്കില്ല എന്നതൊക്കെ പറഞ്ഞാണ് പിടികൂടി. ആദ്യം എല്ലാ വിവരങ്ങളും, അതായത് ഈ ആദ്യം തൊട്ടുള്ള സംഭവങ്ങൾ എബിനാണ് പോലീസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ഈ ജോമോൻ എങ്ങോട്ടാണ് മാർഗം നടക്കുന്നുള്ള കാര്യങ്ങൾ എബിൻ പറയുന്നു, കൊലപാതകം നടത്തുന്ന കാര്യം പറയുന്നു. അതിനുശേഷം പോലീസ് ആലുവയിൽ നിന്ന് ജോമോനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എബിനെ അന്ന് വാക്കുസാക്ഷിയാക്കും എന്ന് അടക്കം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ആയാലും ഈ കാര്യം ആദ്യം തൊട്ട് എബിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് കൊട്ടേഷൻ കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ എബിന് അറിയാമായിരുന്നു എന്നുള്ളത് മനസ്സിലായതോടുകൂടിയാണ് എബിനെ പ്രതിയാക്കുന്നത്. എബിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ശരി, അപ്പോൾ എബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏതായാലും അതിന്റെ ചുരുളുകൾ അഴിയട്ടെ, എല്ലാവരെയും പിടികൂടട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം.